ഹായ് ഓൾ, എല്ലാവർക്കും ഔട്ട് കംപ്ലീറ്റ്ലി ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ മണാലിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മളിൽ ഒരുപാട് പേര് ഒരിക്കലെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മണാലി, അല്ലേ? അങ്ങനെ അതേ ആഗ്രഹത്തോടു കൂടി ഞങ്ങളും ഇറങ്ങി ഇത്തവണ മണാലിയിലേക്ക് പോകാൻ. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനായ റിജിൻ്റെ കൂട്ടുകാരനായ ബോണിയുമാണ് ഇപ്രാവശ്യം എൻ്റെ കൂടെ ഉള്ളത്. ഈ യാത്ര തുടങ്ങുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഞാനും റിജിനും ലക്നൌവിൽ നിന്ന് ട്രെയിൻ വഴി, ബോണി നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് വഴിയാണ് ഡൽഹിയിൽ എത്തിയത്. ഒട്ടുമിക്ക എല്ലാ ഉത്തരേന്ത്യൻ യാത്രകളും തുടങ്ങാൻ പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് ഡൽഹി. എല്ലാവിധ ട്രാവലിംഗ് കണക്റ്റഡ് ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ എത്താൻ കഴിയും ഡൽഹിയിലേക്ക്. ഞങ്ങളുടെ ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ മാസ്റ്റർ പ്ലാൻ ബോണിയാണ്. അവനിലാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും. ഏകദേശം 550 കിലോമീറ്റർ ഉണ്ട് ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക്. ഒരു ലോങ് ബൈക്ക് റൈഡ് ആഗ്രഹിക്കുന്നവർക്ക് ഡൽഹിയിൽ നിന്ന് തന്നെ ബൈക്ക് എടുത്തിട്ട് യാത്ര തുടങ്ങാവുന്നതാണ്. അതല്ല, മണാലിയിൽ ചെന്ന് അവിടെ നിന്ന് ബൈക്ക് എടുത്ത് യാത്ര തുടങ്ങുകയും ചെയ്യുന്നത് ഒരു ഓപ്ഷനാണ്. മണാലിയിലേക്ക് ഡൽഹിയിൽ നിന്ന് ബസ്സസ് അവൈലബിൾ ആണ്. ഇനി ട്രെയിനാണ് ഓപ്ഷനെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ചണ്ഡീഗഡ് ആണ്. അവിടെ നിന്ന് പിന്നീട് ബസ് എടുത്തിട്ട് വീണ്ടും മണാലിയിലേക്ക് പോകാവുന്നതാണ്. ഫ്ലൈറ്റും ഓപ്ഷൻസ് ഉണ്ട്. ഡയറക്റ്റ് കുളുവിൽ ചെന്നിറങ്ങാം, പക്ഷെ അത് ലേശം എക്സ്പെൻസീവ് ആയിരിക്കും. എന്തായാലും ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. നമ്മുടെ നാട്ടിലുള്ള KSRTC പോലെ അവിടെ ഉണ്ട് HRTC. 700 രൂപ മുതൽ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ഏകദേശം 12 മണിക്കൂറോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണാലിയിൽ എത്താൻ കഴിയും. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ഡൽഹിയിൽ നിന്ന് വൈകുന്നേരം 4-നും 7-നും ഇടയിൽ ആയിട്ട് വേണം യാത്ര തുടങ്ങാനായിട്ട്. എന്നാൽ നമുക്ക് പുലർച്ചെ ആകുമ്പോഴത്തേനും മണാലിയിൽ എത്താൻ കഴിയും. പക്ഷെ ഞങ്ങൾ മണാലിയിലേക്കല്ല നേരെ പോയത്. മണാലി എത്തുന്നതിന് മുന്നേ ഭൂന്താർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി. 3 ദിവസമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഈ 3 ദിവസം കൊണ്ട് കുറഞ്ഞ പൈസ ചെലവിൽ കൂടുതൽ എൻജോയ്മെന്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ബോണിയുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഭൂന്താറിൽ ഇറങ്ങി. ഭൂന്താറിൽ നിന്ന് നേരെ കസോളിലേക്കാണ് പിന്നെ പോയത്. ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഭൂന്താറിൽ നിന്ന് കസോളിലേക്ക് എത്താം. അപ്പൊ കസോളിൽ ഞങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോൾ രാവിലെ 7 മണിയായിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ബോണിന്റെ അടുത്ത് ചോദിച്ചു, എടാ ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന്. അപ്പൊ അവൻ പറഞ്ഞത്, ഇവിടെ വരെ വരാനേ എനിക്ക് അറിയുള്ളൂ, ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നാണ്. ശരിക്കും പറഞ്ഞ വിശന്ന് കണ്ണ് കാണാതെ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നതിന്റെ ഇടയിലാണ് അവന്റെ ഈ കമന്റ്. ഞങ്ങളപ്പോ അവന്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ആരെ വേണമെങ്കിലും വിളിച്ചോ, എവിടേക്കാ പോകേണ്ടതെന്ന് പെട്ടെന്ന് തീരുമാനമാക്കിക്കോ എന്ന് പറഞ്ഞ് ബഹളം വെച്ചു അവൻ്റെ അടുത്ത്. അവൻ അപ്പം തന്നെ അവൻ്റെ കൂട്ടുകാരെ ഫോൺ എടുത്ത് വിളിച്ചു. പക്ഷെ അവരൊന്നും ആ സമയത്ത് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ആദ്യം വിശപ്പടക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തപ്പി ഇറങ്ങി. ഞങ്ങൾ കുറേയൊക്കെ ഇറങ്ങിയപ്പോൾ ചെറിയ സ്നാക്സുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. വേറെ കാര്യപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷെ അപ്പോഴത്തേക്കും നമ്മുടെ ബോണിയുടെ കൂട്ടുകാർ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരോട് പോയി സംസാരിച്ചിട്ട് ഓടി വന്ന് പറഞ്ഞു, നമുക്ക് പോകേണ്ട സ്ഥലം കിട്ടി. നമ്മുടെ പോകേണ്ട സ്ഥലത്തിന്റെ പേരാണ് ഖീർഗംഗ. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകൾക്കിടയിലുള്ള സുന്ദരമായൊരു വാലിയാണ് ഖീർഗംഗ. അതായത് പാർവതി വാലിയുടെ ഒരു ഡീപ്പസ്റ്റ് പോയിന്റ് ആണ് ഈ ഖീർഗംഗ എന്ന് പറയുന്ന സ്ഥലം. ഖീർഗംഗയ്ക്ക് ഇങ്ങനൊരു പേര് കിട്ടാനായിട്ടൊരു കഥയുണ്ട്. പണ്ട് പാർവതിയും ശിവനും സ്വന്തം മകനായ മുരുകനെ തൃപ്തിപ്പെടുത്താനായിട്ട് ഖീർ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ആ കഥ കിടക്കുന്നത്. പാർവതി ഉണ്ടാക്കിയ ഖീർ അഥവാ പായസം അതൊരു നദിയായ വാലിയിലൂടെ ഒഴുകി എന്നുള്ളതാണ് അതിന് പിന്നിലെ ഐതിഹ്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലത്തിന് ഖീർഗംഗ എന്ന പേര് വന്നത്. അന്നത്തെ ഞങ്ങളുടെ അറിവ് വെച്ചിട്ട് ഈ ഖീർഗംഗയിൽ എത്തണമെങ്കിൽ തോഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ട്രക്കിങ് ആരംഭിക്കേണ്ടത്. ഏകദേശം 10-12 കിലോമീറ്ററോളം ട്രക്ക് ചെയ്യണം. അതിൽ 50% ഈസി ട്രക്കിങ്ങും ബാക്കിയുള്ളത് കുറച്ച് അഡ്വഞ്ചർ ട്രക്കിങ്ങുമാണ്. ഞങ്ങൾ തോഷിയിൽ നിന്ന് രാവിലെ 10-നും 11 ഇടയ്ക്ക് ട്രക്കിങ് തുടങ്ങി. നല്ല കോരിച്ചൊരിയുന്ന മഴയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ലഗേജ് ഉണ്ടായിരുന്നു.
ഇത് കാരണം 4-5 മണിക്കൂർ കൊണ്ട് കഴിയേണ്ട ട്രക്കിംഗ് ഏകദേശം 7 മണിക്കൂറോളം നീണ്ടു. ഈ ട്രക്കിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പബ്ലിക് ആയിട്ടുള്ള റോഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വഴിയേ അല്ല. 2-3 ഗ്രാമങ്ങൾക്കിടയിലൂടെ പോകും, 2-3 മലകൾ കയറി ഇറങ്ങണം. അങ്ങനെ വളരെയധികം വെറൈറ്റി ആയിട്ട് കിടക്കുന്ന ഒരു ട്രക്കിംഗ് റൂട്ടാണ് ഹിരങ്കയിലേക്കുള്ള ആ വഴി. ഇടയ്ക്ക് ട്രക്കിംഗ് പാതയിൽ റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ടീ ഷോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് പൊട്ടിക്കാൻ പാടില്ലാത്ത, പറിക്കാൻ പാടില്ലാത്ത ആപ്പിൾ ചെടികളും കാണാം. അങ്ങനെ ഞങ്ങൾ നീണ്ട ട്രക്കിങ്ങിന് ശേഷം ഹിരങ്കയിലെത്തി. ഇത്രയും മലകൾ കയറി ചെല്ലുമ്പോൾ വിശാലമായ സുന്ദരമായ ഒരു വാലി അവിടെ ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. കാരണം 2-3 പർവ്വതങ്ങൾക്കിടയിൽ സുന്ദരമായ കുറച്ച് സ്ഥലം. അവിടെയുള്ള ആ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ കുറേ നേരം സ്തംഭിച്ചു നിന്നു. അങ്ങനെ ഒത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ ലഗേജൊക്കെ സെറ്റ് ചെയ്യാനും അതുപോലെ റിഫ്രഷ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചു. അവിടെ വളരെ തുച്ഛമായ രീതിയിലുള്ള താമസ സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ടെൻറ്റുകളോ അല്ലെങ്കിൽ മരം കൊണ്ടുള്ള വീടുകളോ റൂമുകളോ പോലെയുള്ള പല രീതിയിലുള്ള താമസ സൗകര്യങ്ങൾ അവിടെ അവൈലബിൾ ആണ്. ആ വാലിയെ കൂടുതൽ ആകർഷകമാക്കുന്നതിന് മറ്റൊരു അത്ഭുത പ്രതിഭാസത്തിന് കൂടെ ക്രെഡിറ്റ് ഉണ്ട്. അതാണ് ഹോട്ട് വാട്ടർ സ്പ്രിംഗ്. നേരത്തെ പറഞ്ഞ ഐതിഹ്യത്തോട് തുടർച്ചയുള്ള കഥ തന്നെയാണ് ഈ ഹോട്ട് വാട്ടർ സ്പ്രിംഗിന് പിന്നിലുള്ളത്. ഹീറായിട്ട് ഒഴുകിയിരുന്ന നദിയെ ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ആക്കി മാറ്റിയ പരശുരാമന്റെ കഥയാണ് അതിന് പിന്നിലുള്ള ഒരു ചരിത്രം. എന്തായാലും വളരെ തണുപ്പുള്ള ആ മലനിരകൾക്കിടയിൽ ചൂടുവെള്ളത്തിന്റെ നിലയ്ക്കാത്ത ഒരു ഉറവ, ആ ഉറവയെ കെട്ടി നിർത്തി ഒരു പൂള് പോലെ ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അവിടെയുള്ളത്. അതായത് ചൂടുവെള്ളം കൊണ്ടൊരു പൂൾ. അത്രയും കഠിനമായി ട്രക്ക് ചെയ്ത് ക്ഷീണിച്ച് വരുന്നവർക്ക് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അത്ഭുത സമ്മാനം. അതാണ് എനിക്ക് ശരിക്കും ആ സമയത്ത് അനുഭവപ്പെട്ടത്. എന്തായാലും അധിക നേരം നമുക്ക് ആ വെള്ളത്തിൽ കിടക്കാൻ കഴിയില്ല, പക്ഷെ കിട്ടുന്ന സമയം കൊണ്ട് എല്ലാ ക്ഷീണവും അകറ്റുന്ന ഒരു സൂപ്പർ ഹെൽത്തി ട്രീറ്റ് എന്ന് വേണം നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്തായാലും അന്ന് രാത്രി ഞങ്ങൾ അവിടെ തങ്ങാൻ തീരുമാനിച്ചു. സാധാരണ എല്ലാ രാത്രിയും അവിടെ പാട്ടുകളും നൃത്തങ്ങളും മറ്റു കലാപരിപാടികളും ഉണ്ടാകാറുണ്ട്. പക്ഷെ അന്നുണ്ടായിരുന്ന കനത്ത മഴ ആ ആഘോഷ രാത്രികളെയൊക്കെ മാറ്റിമറിച്ചു. അവിടെയുള്ള നാട്ടുകാരെ പോലെ തന്നെ ഞങ്ങളും ആ കാര്യത്തിൽ ഒത്തിരി വിഷമിച്ചു. അവസാനം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ ഉറക്കത്തിലേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ താഴേക്ക് ട്രക്കിംഗ് ആരംഭിച്ചു. തലേ ദിവസത്തെ മഴ കാരണം ട്രക്കിംഗ് പാതൊക്കെ ആകെ താറുമാറായി കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഹിർഗങ്കിലേക്ക് ട്രക്ക് ചെയ്ത് പോയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ അനുഭവിക്കേണ്ടി വന്നു ചില സ്ഥലങ്ങളിൽ. എന്നിരുന്നാലും 5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ താഴേക്ക് എത്തി. ട്രക്കിങ്ങിന് പറ്റിയ ആക്സസറീസും അതുപോലെ ഏറ്റവും കുറഞ്ഞ ലഗേജും ഒക്കെ ആയിട്ടാണ് നമ്മൾ ട്രക്ക് ചെയ്യുന്നതെങ്കിൽ വളരെ ആസ്വാദകരമായിട്ട് ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ കയറി ഇറങ്ങാൻ കഴിയും. അതുമാത്രമല്ല, വേറെയും എളുപ്പമുള്ള റൂട്ടുകൾ അവിടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് തിരിച്ചെത്തിയതിനു ശേഷമാണ് മനസ്സിലായത്. പാർവതി വാലിയിൽ വന്നതിന് ശേഷം, കസോളിൽ നിന്ന് പാർവതി വാലിയിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് അനുയോജ്യമായിട്ടുള്ള റൂട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ തോഷിൽ നിന്ന് നേരെ മണാലിയിലേക്ക് ബസ് കയറി. ഇന്ത്യയുടെ വടക്കൻ ഹിമാചൽ പ്രദേശിലെ ഹിമാലയൻ റിസോർട്ട് പട്ടണമാണ് മണാലി. ബാക്ക് പാക്കിംഗ് കേന്ദ്രം, ഹണിമൂൺ കേന്ദ്രം എന്നൊക്കെ ഇതിന് പേരുണ്ട്. ബിയാസ് നദിയോടനുബന്ധിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പട്ടണം കൂടിയാണ് ഈ മണാലി. സ്കീയിങ്ങിനും അതുപോലെ പാർവതി താഴ്വരയിലെ ട്രക്കിങ്ങിനുമുള്ള ഒരു കവാടമായിട്ടും ഇതിനെ നമുക്ക് കണക്കാക്കാം. ഏകദേശം 4000 മീറ്റർ ഉയരമുള്ള റോത്തങ് പാസിന്റെ ആസ്ഥാനമായ പിർപ്പഞ്ചൽ പർവ്വതനിരയിൽ നടത്തുന്ന പാരാഗ്ലൈഡിംഗ്, റാഫ്റ്റിംഗ്, പർവ്വതാരോഹണം എന്നിങ്ങനെ തുടങ്ങി അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിന്റെ ഒരു ജമ്പിംഗ് പോയിന്റ് കൂടിയാണ് ഈ മണാലി. പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും ബൈക്ക് റൈഡ് താല്പര്യമുള്ളതുകൊണ്ട് പിറ്റേ ദിവസം റോത്തങ് പാസ് വരെ ഒരു ബൈക്ക് റൈഡ് നടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം തോന്നി. അതുകൊണ്ട് ഞങ്ങൾ മണാലി ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ബൈക്കും റൈഡിങ് ആക്സസറീസും കിട്ടുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ച് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് റൂം എടുത്ത് അവിടെ അന്ന് രാത്രി ഞങ്ങൾ തങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരെ ഞങ്ങൾ റോത്തങ് പാസിലേക്ക് പോകാൻ കഴിഞ്ഞു. ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള പിർപ്പിഞ്ചൽ നിരയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 13,000 അടി ഉയർത്തി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയിലുള്ള ഒരു സ്ഥലമാണ് റോത്തങ് പാസ് എന്ന് പറയുന്നത്. മണാലിയിൽ നിന്ന് ഏകദേശം 51 കിലോമീറ്റർ ആണ് റോത്തങ് പാസിലേക്കുള്ള ദൂരം. മണാലി കുളു താഴ്വരയെ ഹിമാചൽ പ്രദേശിലെ ലാഹൌൾ സ്പിതി താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വഴിയാണ് ശരിക്കും റോത്തങ് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെർമിറ്റ് പാസ് ഇല്ലാതെ റോത്തങ് പാസിലേക്കുള്ള യാത്രയ്ക്ക് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബൈക്ക് എടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ എല്ലാ ഡോക്യുമെന്റ്സും ശരിയാക്കിയിട്ടാണ് യാത്ര തുടങ്ങിയിരുന്നത്.
കുറച്ച് ദൂരമുള്ളതെന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്ത് ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. പക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ അപകടം പിടിച്ച വഴിയായിരുന്നു ഞങ്ങളെ കാത്തിരുന്നത്. കാരണം കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ആ റോഡൊക്കെ ആകെ കുളമായി കിടക്കുന്നുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി കിടക്കേണ്ടി വന്നു. വലിയ വലിയ പർവ്വതനിരകൾക്കിടയിലുള്ള യാത്ര, അതിന്റെ സൗന്ദര്യം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകളെ താങ്ങാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അനുഭവം ഞങ്ങൾക്കുണ്ടായി. ശക്തമായ തണുപ്പ് അതിന്റെ കൂടെ വന്നപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ചെറുതായി ഒന്ന് പരുങ്ങി. പക്ഷെ ചുറ്റുള്ള കാഴ്ചകൾ ഞങ്ങളെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചു. 51 കിലോമീറ്ററേ ഉള്ളുവെങ്കിലും 5 മണിക്കൂറോളം എടുത്തു ഞങ്ങൾക്ക് റോത്തങ് പാസിലേക്ക് എത്താൻ. അങ്ങനെ ഒത്തിരി നേരം ഞങ്ങൾ റോത്തങ് പാസിൽ ചെലവഴിച്ചു. നേരെ ഇരുട്ടുന്നതിന് മുന്നേ തിരിച്ചെത്തേണ്ട ഞങ്ങള് പക്ഷെ ഒരു സാഹസത്തിന് മുതിരാനാണ് പിന്നെ ചിന്തിച്ചത്. എന്തായാലും ഇത്രയും വരെ എത്തിയതല്ലേ, കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കിയിട്ട് തിരിച്ച് യാത്ര പോന്നാലോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആ സാഹസികമായിട്ടുള്ള ചിന്ത. വേണ്ടത്ര തയ്യാറെടുപ്പുകളൊന്നും ഇല്ല എന്നുള്ളത് ഞങ്ങൾ തൽക്കാലം മറന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വീണ്ടും തുടങ്ങി യാത്ര. റോത്തങ് പാസിലേക്ക് വന്ന വഴിയേക്കാൾ കൂടുതൽ അപകടം പിടിച്ച വഴിയായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെ ഞങ്ങളുടെ ഒരു ബൈക്ക് പണിമുടക്കി. ബൈക്കിന്റെ വീൽ ചെയിൻ പൊട്ടി. കൊളായി കിടക്കുന്ന ആ റോഡിന്റെ നടുവിൽ ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ ബൈക്കുകൾ മാത്രം. ഒരു നിമിഷം ഞങ്ങൾ ആകെ സ്റ്റക്കായി പോയി, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട്. അവസാനം ബാക്കപ്പിനായിട്ട് ബൈക്ക് തന്ന ടീമിനെ ഞങ്ങൾ വിളിക്കാൻ ശ്രമിച്ചു. നെറ്റ്വർക്ക് കുറവായതുകൊണ്ട് കോളൊന്നും കണക്ട് ആയില്ല. വഴിയിലൂടെ വന്ന പലരോടും ഞങ്ങൾ സഹായം ചോദിച്ചു. പക്ഷെ അവരുടെ കയ്യിൽ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാരണം വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അവർക്ക് കൈ മലർത്തുകയല്ലാതെ. ഞങ്ങൾ എടുത്ത തീരുമാനം മണ്ടത്തരായോ എന്ന് ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. കാരണം റോത്തങ് പാസിൽ നിന്ന് ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മുന്നീക്കാണോ അതോ പിന്നിലോട്ടാണോ ബൈക്ക് തള്ളേണ്ടതെന്ന് അറിയാതെ ഞങ്ങൾ ആകെ വിഷമിച്ചു. ഞങ്ങളുടെ പ്രതീക്ഷയുടെ അവസാന പടിയും കഴിയാറായി. ആ സമയത്ത് ഞങ്ങളുടെ മുന്നിൽ 3 ആള് പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾ നിന്നിരുന്ന റോഡിലേക്ക് ഒരു റോഡ് കണക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആ റോഡിലൂടെ ഒരു രാജാവിനെ പോലെ പഴയ SD ബൈക്കിൽ ഒരാള് റൈഡ് ചെയ്ത് പാഞ്ഞു വരുന്നതാണ് ഞങ്ങൾ കാണുന്ന കാഴ്ച. അതിന്റെ പിന്നിലൂടെ 2 എൻഫീൽഡ് ബൈക്കുകളും. SD ബൈക്കിൽ ഉണ്ടായിരുന്നത് ഒരു കർണാടകക്കാരനാണ്. 15 ദിവസം മുന്നേ അവൻ ഹിമാലയൻ റൈഡ് തുടങ്ങിയതാണ്. അവന്റെ കൂടെ ഉള്ളത് ട്രാവൽ ഗൈഡും മെക്കാനിക്കും. അവര് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഡു യു നീഡ് എനി ഹെൽപ്പ്? ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയി ശരിക്കും. അങ്ങനെ അവരുടെ സഹായം കൊണ്ട് ഞങ്ങളുടെ ബൈക്ക് ശരിയായി. നേരെ ഒരുപാട് വൈകിയതുകൊണ്ട് ഇനി തിരിച്ചുള്ള യാത്ര പോസിബിൾ അല്ല എന്ന് മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഒപ്പം കൂടിക്കോളാൻ. ഒരു 100 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹീലോങ് എന്ന് പറഞ്ഞ ഒരു ടൗൺ ഉണ്ട്. അവിടെ നിന്ന് രാത്രി തങ്ങി നാളെ രാവിലെ തിരിച്ചു പോയാൽ മതി എന്ന് അവർ പറഞ്ഞു. വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരുടെ കൂടെ ഹീലോങ് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. പക്ഷെ ആ യാത്ര ഞങ്ങളെ കൂടുതൽ സന്തോഷന്മാരാക്കാണ് ഉണ്ടായത്. കാരണം വളരെ നീറ്റായ റോഡും പിന്നെ കുറേ നല്ല നല്ല താഴ്വരകളുള്ള സ്ഥലമായിരുന്നു ഹീലോങ്. കുറച്ചു നേരത്തേക്ക് ഞങ്ങൾക്ക് ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും ആ കാഴ്ചകൾ ഇല്ലാതാക്കി. നേരം വൈകിയാണെങ്കിൽ ഞങ്ങൾ ഹീലോങ്ങിലെത്തി നല്ല ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ച് മണാലിയിലേക്ക് യാത്ര തിരിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മണാലിയിലെത്തി. മണാലിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ബസ് കയറുമ്പോൾ ഞങ്ങളുടെ മനസ്സ് അപ്പോഴും റോത്തങ് പാസിലായിരുന്നു. ട്രിപ്പ് മാസ്റ്റർ ബ്രെയിൻ നമ്മുടെ ബോണി പോലും വിചാരിച്ചിട്ടില്ല ഈ ട്രിപ്പ് ഇത്രയും അഡ്വഞ്ചറസ് ആവുന്നുള്ളത്. എന്തായാലും മനസ്സ് നിറയെ ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും തന്ന ഈ യാത്ര നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ give me a thumbs up, comment below and subscribe to my channel. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.